നൈജീരിയയിലെ അഡമാവ സമൂഹത്തിനു നേരെ ബോക്കോ ഹറാം തീവ്രവാദികളുടെ ആക്രമണം. ഡിസംബർ 29 നടന്ന ആക്രമണത്തിൽ 14 പേർ കൊല്ലപ്പെടുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ക്രൈസ്തവർക്ക് നേരെ ആക്രമണങ്ങൾ നടക്കുന്നത് ഇവിടെ സാധാരണമായി മാറിക്കഴിഞ്ഞുവെന്നും ഇതുപോലെയുള്ള ക്രൈസ്തവ വിരുദ്ധ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ നിയമത്തിനു മുൻപിൽ കൊണ്ടുവരാതെ വർഷങ്ങളായി ഇത് തുടരുകയാണെന്നും സമീപവാസികൾ പറയുന്നു. പ്രധാനമായും ക്രൈസ്തവർ താമസിക്കുന്ന സ്ഥലങ്ങൾ ആക്രമിക്കപ്പെടുകയും അവിടെ നിന്ന് കുടിയിറങ്ങുവാൻ നിർബന്ധിക്കപ്പെടുന്നതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിൽ നൈജീരിയൻ സർക്കാർ പൂർണ്ണ പരാജയമാണെന്നും പൗരന്മാരെ സംരക്ഷിക്കാൻ കഴിയാത്തതിൽ സർക്കാരിന് ലജ്ജയില്ലേ എന്നുമുള്ള സാധാരണ പൗരന്മാരുടെ ചോദ്യത്തിനു മുൻപിൽ മറുപടിയില്ലാതെ നിൽക്കുകയാണ് നൈജീരിയൻ ഭരണകൂടം. ക്രൈസ്തവരുടെ ജീവനെടുക്കുക എന്നതിനു പുറമെ അവരുടെ ഉപജീവന മാർഗത്തെ പോലും തളർത്തുന്ന രീതിയിലാണ് മതതീവ്രവാദികൾ ആക്രമണം നടത്തുന്നത്. ക്രൈസ്തവ ഗ്രാമങ്ങളെ ഒറ്റപ്പെടുത്തുകയും അവരുടെ കൃഷിയിടങ്ങളെ ഇല്ലാതാക്കുകയും ആടുമാടുകളെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നത് വഴി നിരാലംബരായ മനുഷ്യരെ ഭക്ഷ്യക്ഷാമത്തിലേക്ക് തള്ളിവിടുകയുമാണ്. നൈജീരിയയുടെ സുരക്ഷാ ഘടനയിൽ അടിയന്തര പുനഃപരിശോധന നടത്തണമെന്ന് സാമൂഹ്യ നേതാക്കൾ ആവശ്യപ്പെട്ടു. ദുരിതാശ്വാസ സഹായങ്ങൾ ഒരിക്കലും സുരക്ഷയ്ക്ക് പകരമാകില്ലെന്നും നേതാക്കൾ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.